നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം ചെമ്മണ്ണൂരിൽ യുവാക്കൾ തമ്മിൽ സംഘർഷം. CPM BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് അന്വേഷണം തുടങ്ങി. ഗോപി വന്ദനം പ്രൗഢം. പത്മശ്രീ കലാമണ്ഡലം ഗോപിയെ കുന്നംകുളം പൗരാവലിയും കഥകളി ക്ലബും ചേർന്ന് ആദരിച്ചു. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് ഗോപി വന്ദനം എന്ന പേരിൽ ആദരണീയം സംഘടിപ്പിച്ചത്. കുറ്റിപ്പുറം ഭാരതപ്പുഴയിൽ തീപിടുത്തം നടന്ന സ്ഥലത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. തവനൂർ തൃപ്പാലൂർ സ്വദേശി നാലുകള്ളിപ്പറമ്പിൽ 58 വയസ്സുള്ള അച്യുതാനന്ദനാണ് മരിച്ചത്. 13 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ദുബായ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന പ്രവാസി മലയാളിയുടെ മൃതദേഹം സാമൂഹ്യ പ്രവർത്തകരുടെ ശ്രമഫലമായി നാട്ടിലെത്തിച്ചു. പുന്നിയൂർക്കുളം വള്ളിക്കാട്ടുവളപ്പിൽ സുരേഷ് കുമാറിന്റെ മൃതദേഹമാണ് നാട്ടിലെത്തിച്ച് സംസ്കരിച്ചത്. വിശദമായ വാർത്തയിലേക്ക്. പ്രശസ്ത സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സുഹൃതം, ഉദ്യാനപാലകൻ, സ്വയംവരപന്തൽ, എഴുന്നള്ളത്ത് ഉൾപ്പെടെ 18 സിനിമകൾ സംവിധാനം ചെയ്തു. 2005-ലും 2008-ലും ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂറിയിൽ അദ്ദേഹം അംഗമായിരുന്നു. 1981-ൽ പുറത്തിറങ്ങിയ ആമ്പൽ പൂവായിരുന്നു ആദ്യ സിനിമ. പിന്നീട് സ്നേഹപൂർവ്വം മീര, ഒരു സ്വകാര്യം, പുലിയൊരുന്നേ പുലി, അയനം, ജാലകം, ഊഴം, എഴുന്നള്ളത്ത്, സുഹൃതം, ഉദ്യാനപാലകൻ, സ്വയംവരപന്തൽ, പുലർവെട്ടം, പറഞ്ഞുതീരാത്ത വിശേഷങ്ങൾ, സദ്ഗമയ, ക്ലിന്റ് തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തു. 2022-ൽ പുറത്തിറങ്ങിയ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യയാണ് അവസാന ചിത്രം. കുന്നംകുളം ചെമ്മണ്ണൂരിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ CPM BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. CPM പ്രവർത്തകൻ ചെമ്മണ്ണൂർ കല്യാപ്പറമ്പിൽ വീട്ടിൽ 20 വയസ്സുള്ള പ്രസീൽ, BJP പ്രവർത്തകൻ ചെമ്മണ്ണൂർ പണിക്കശ്ശേരി വീട്ടിൽ 19 വയസ്സുള്ള റോഹൻ എന്നിവർക്കാണ് വ്യത്യസ്ത സംഭവങ്ങളിലായി പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 6:30 ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്ന പ്രസീലിനെ റോഹൻ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ആക്രമണത്തിൽ മുഖത്തുൾപ്പെടെ പരിക്കേറ്റ പ്രസീൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വൈകിട്ട് 7 മണിയോടെയാണ് റോഹന് നേരെ ആക്രമണം ഉണ്ടായത്. ബൈക്കിൽ സുഹൃത്തുക്കളുമായി പോവുകയായിരുന്ന റോഹനെ ചെമ്മണ്ണൂർ അങ്ങാടിയിൽ വെച്ച് തടഞ്ഞു നിർത്തി കത്തികൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ആക്രമണത്തിൽ ഇയാളുടെ തലയ്ക്ക് പരിക്കേറ്റു. റോഹനെ ആക്രമിക്കുന്നത് കണ്ട് സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെട്ടു. റോഹൻ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകനാണെന്ന് മർദ്ദനമേറ്റ റോഹൻ ആരോപിച്ചു. അവർ വണ്ടി നിർത്താൻ പറഞ്ഞു. ഞാൻ വണ്ടി ഓടിച്ചിരുന്നു. അങ്ങനെ വണ്ടി നിർത്തിയപ്പോൾ തന്നെ അവർ കത്തി കൊണ്ട് വീശിയപ്പോൾ തന്നെ തലമുണ്ടു. അപ്പോൾ ഞാൻ അവിടെ വീണപ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള 2 ആൾ ഓടിയപ്പോൾ ഞാൻ അവിടെ നിന്നു. തലമയ്ക്ക് ഒരു അടി കിട്ടി. ബാക്കി അവർ മൊത്തം കത്തി കൊണ്ട് വീശി നിലത്തിട്ട് അടിച്ചു. ചെമ്മണ്ണൂർ മണിത്തല അമ്പലത്തിലേക്ക് പൂരം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് സംഘർഷത്തിന് കാരണമായത്. സംഭവത്തിൽ ഇരുവരും കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. CCTV ന്യൂസ് കുന്നംകുളം. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാന്ത്യം. എറവക്കാട് കോഴിക്കര അന്നിക്കര വീട്ടിൽ 30 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അണ്ണക്കമ്പാട് സെന്ററിൽ ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് അപകടം നടന്നത്. നിതിൻ സഞ്ചരിച്ചിരുന്ന ബൈക്കും KSRTC ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നിതിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചങ്ങരംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. പത്മശ്രീ കലാമണ്ഡലം ഗോപിയെ കുന്നംകുളം പൗരാവലിയും കഥകളി ക്ലബും ചേർന്ന് ആദരിച്ചു. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് ഗോപി വന്ദനം എന്ന പേരിൽ ആദരണീയം സംഘടിപ്പിച്ചത്. ഗോപി വന്ദനത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം ബദനി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. VK ശ്രീരാമൻ അധ്യക്ഷനായി. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ MV നാരായണൻ, KC നാരായണൻ, KB രാജ് ആനന്ദ്, ഫാദർ യാക്കൂബ്, കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, PG ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, KB രാജ് ആനന്ദ്, പീശപ്പള്ളി രാജീവൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച സോദാഹരണ പ്രഭാഷണം കലാമണ്ഡലം ഗോപിയുടെ രംഗഭാഷ അരങ്ങേറി. വൈകിട്ട് നടന്ന ആദരണീയ സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. കഥകളിക്ക് പുറമെ കേരളത്തിന്റെ കലാലോകത്ത് ഏറ്റവും തലപ്പൊക്കമുള്ള ആചാര്യനാണ് ഗോപിയാശാൻ. സാത്വിക ശോഭ തിരളുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ലോക അവബോധവും ജീവിത അവബോധവും ഉൾക്കൊള്ളുന്ന സമീപന ശൈലിയാണ് ഗോപിയാശാനുള്ളതെന്നും മന്ത്രി R ബിന്ദു പറഞ്ഞു. സാത്വിക ശോഭ തിരളുന്ന കഥാപാത്രങ്ങൾ
എത്ര മനോഹരമായിട്ടാണ് വേദിയിൽ ആവിഷ്കരിക്കപ്പെടുന്നത് എന്നുള്ളത്. കഥകളിയുടെ മാത്രമല്ല, കേരളത്തിൻ്റെ കലാലോകത്ത് തന്നെ ഏറ്റവും തലപ്പൊക്കമുള്ള ആചാര്യനാണ് ഗോപിയാശാൻ. അരനൂറ്റാണ്ടിലേറെ കാലം താൻ വ്യാപരിക്കുന്ന മേഖലയിൽ ഒന്നാമതായി നിലനിൽക്കുക എന്നുള്ള ആ മഹാഭാഗ്യം, അത് വളരെ ദുർലഭമായിട്ടുള്ള ഒരു ഭാഗ്യം തന്നെയാണ്. ആശാന് അത്തരത്തിലുള്ള ഒരു മഹാസൗഭാഗ്യമാണ് സിദ്ധിച്ചിട്ടുള്ളത്. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. ഡോക്ടർ MV നാരായണൻ ആമുഖ പ്രഭാഷണം നടത്തി. SC/ST സംസ്ഥാന കമ്മീഷൻ അംഗം TK വാസു, VK ശ്രീരാമൻ, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, TK അച്യുതൻ, കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം ഗോപി രചിച്ച പൂതനമോക്ഷം എന്ന കവിതയുടെ നൃത്താവിഷ്കാരം, മോഹിനിയാട്ടവും ശേഷം സുഭദ്രാഹരണം, മാലയിടൽ, കഥകളിയും അരങ്ങേറി. CCTV ന്യൂസ് കുന്നംകുളം. തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കാട്ടകമ്പാൽ പഞ്ചായത്തിലെ സ്രായിക്കടവ് പാലത്തിൽ രൂപപ്പെട്ട വിള്ളൽ വീണ്ടും രൂക്ഷമാകുന്നു. സ്രായിക്കടവിലെ ചെറിയ പാലത്തിലെ തൂണുകൾക്കിടയിലെ വിള്ളൽ കൂടിയതാണ് പ്രശ്നമായത്. വിള്ളൽ രൂക്ഷമായതോടെ റോഡിലും വലിയ കുഴി രൂപപ്പെട്ടു. 6 മാസം മുമ്പ് പൊന്നാനി PWD അധികൃതർ പാലത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. റോഡിലെ കുഴിയിൽ മണ്ണിട്ട് നിറച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ റോഡിൽ തൂണുകളുടെ വിള്ളലിന് സമാനമായി കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. 2005-ലാണ് തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന സ്രായിക്കടവ് പാലം ഉദ്ഘാടനം ചെയ്തത്. പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത സൗകര്യം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുറ്റിപ്പുറം ഭാരതപ്പുഴയിൽ തീപിടുത്തം നടന്ന സ്ഥലത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. തവനൂർ തൃപ്പാലൂർ സ്വദേശി നാലുകള്ളിപ്പറമ്പിൽ 58 വയസ്സുള്ള അച്യുതാനന്ദനാണ് മരിച്ചത്. കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയിൽ മഞ്ചാടിക്ക് സമീപം ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് പുൽക്കാടുകൾക്ക് തീപിടിച്ചത്. പൊന്നാനിയിൽ നിന്നും വന്ന അഗ്നിസേനാംഗങ്ങളും കുറ്റിപ്പുറം പോലീസും രക്ഷാപ്രവർത്തകരായ നാട്ടുകാരും ചേർന്ന് തീ അണച്ചപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ പുരുഷ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ അടുത്തുനിന്നും കിട്ടിയ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തവനൂർ തൃപ്പാലൂർ സ്വദേശി നാലുകള്ളിപ്പറമ്പിൽ അച്യുതാനന്ദനാണ് മരിച്ചത് എന്ന് തിരിച്ചറിഞ്ഞത്. 58 വയസ്സായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് പുൽക്കാടുകൾക്ക് തീപിടിച്ചത്. തീ പടർന്നത് അണയ്ക്കുന്നതിനു വേണ്ടി ഫയർഫോഴ്സ് വെള്ളം പമ്പ് ചെയ്യുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. രാത്രി ഏറെ വൈകിയാണ് അച്യുതാനന്ദനാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. CCTV ന്യൂസ് തൃത്താല. കടങ്ങോട് ഉണ്ണിമിശിഹ ദൈവാലയത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച ഗ്രോട്ടോയുടെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് വെഞ്ചിരിപ്പ് നിർവഹിച്ചു. ഫാദർ ബിൽജു വാഴപ്പിള്ളി മുഖ്യ കാർമ്മികനായി. ഫാദർ റോയ് വേളക്കൊമ്പിൽ വചന സന്ദേശം നൽകി. ഫാദർ അഭിലാഷ് വടക്കേ ഒലിക്കൽ സഹകാർമ്മികനായി. ആഘോഷമായ ദിവ്യബലിയർപ്പിച്ചു. കടങ്ങോട് ഇടവക വികാരി ഫാദർ സിൻഡോ പൊന്തേക്കൻ, ജനറൽ കൺവീനർ ബിൻഡോ ചൊവ്വല്ലൂർ, കൈക്കാരന്മാരായ പുത്തൂർ കൈതക്കോടൻ ജോൺസൺ, വാഴപ്പിള്ളി ജോൺസൺ, ചിറ്റിലപ്പിള്ളി ബിജു, ഇടവകാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. ഗുരുവായൂരിൽ ഫ്ളാറ്റുകളും വീടുകളും അനധികൃത താമസത്തിന് നൽകുന്നുണ്ടെന്ന പരാതിയിൽ നടപടിയെടുക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. കൗൺസിലർ CS സൂരജാണ് വിഷയം ഉന്നയിച്ചത്. അനധികൃത ലോഡ്ജുകൾ സംബന്ധിച്ച് പോലീസ് നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. നഗരസഭയും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കും. അതിനു മുന്നോടിയായി ഫ്ളാറ്റ് ഉടമകളുടെ യോഗം വിളിക്കും. ഉടമസ്ഥൻ സ്ഥലത്തില്ലാത്തതിനാൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളും ഫ്ളാറ്റുകളും ദിവസവാടകയ്ക്ക് ബദൽ ലോഡ്ജുകളായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ചെയർമാൻ പറഞ്ഞു. അവധി ദിവസങ്ങളിലാണ് കൂടുതലായി അനധികൃത വാടകയ്ക്ക് നൽകൽ നടക്കുന്നതെന്നും ഈ ദിവസങ്ങളിൽ നഗരസഭാ ഫ്ളാറ്റുകളിൽ പരിശോധന നടത്തണമെന്നും KPA റഷീദ് ആവശ്യപ്പെട്ടു. നഗരസഭയുടെ ആയുർവേദ ആശുപത്രി താൽക്കാലികമായി അമ്പാടി കെട്ടിടത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ആയുർവേദ ആശുപത്രി കെട്ടിടം പൊളിച്ചു പണിയുന്നതിനാലാണ് താൽക്കാലികമായി അമ്പാടി കെട്ടിടത്തിലേക്ക് മാറ്റുന്നത്. ഇതിനു മുന്നോടിയായി അമ്പാടി കെട്ടിടം മോടി പിടിപ്പിക്കുന്നതിന് 10 ലക്ഷം രൂപ അനുവദിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. യോഗത്തിൽ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. CCTV ന്യൂസ് ഗുരുവായൂർ. എരുമപ്പെട്ടി യുണൈറ്റഡ് ടർഫിനടുത്തുള്ള പറമ്പിൽ തീപിടുത്തം. കുന്നംകുളത്ത് നിന്നുള്ള ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30യോടെയാണ് തീപിടുത്തം ഉണ്ടായത്. പാഴ്മരങ്ങളും കുറ്റിച്ചെടികളും പൂർണ്ണമായും കത്തിനശിച്ചു. കുന്നംകുളം ഫയർ സ്റ്റേഷൻ ഓഫീസർ B വൈശാഖ്, P പവിത്രൻ, CT ലൈജു, ജിഷ്ണു, സുരേഷ് കുമാർ, MG ആദർശ് എന്നിവർ തീ അണയ്ക്കുന്നതിന് നേതൃത്വം നൽകി. കുടുംബങ്ങളും
വ്യക്തികളും ഒന്നിച്ചു നിന്നാൽ കൂടുതൽ സൽഫലങ്ങൾ സൃഷ്ടിക്കാമെന്നും ഒറ്റയ്ക്ക് നിന്നാൽ ശിഥിലീകരിക്കപ്പെടുമെന്നും പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അഭിപ്രായപ്പെട്ടു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക ദിനവും കുടുംബ കൂട്ടായ്മ ഭക്ത സംഘടനാ വാർഷിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികാരി ഫാദർ പ്രിൻറ്റോ കുളങ്ങര അധ്യക്ഷത വഹിച്ചു. വൈദിക വസ്ത്രം സ്വീകരിച്ച ഇടവകാംഗം ബ്രദർ ഡിവിൻ മാറോക്കിയെയും തൃശൂർ അതിരൂപത തിരുബാലസഖ്യം പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ഷാരോൺ മുളയ്ക്കലിനെയും ആദരിച്ചു. ഫാദർ ജിൻസൺ ചിരിയങ്കണ്ടത്ത്, സിസ്റ്റർ അന്ന കുരുതുകുളങ്ങര, ട്രസ്റ്റി ടി.എ. കുര്യാക്കോസ്, പി.ഐ. ലാസർ, ജോഷി മോഹൻ, സി.എ. ജോഷി, ലോറൻസ് നിലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കുടുംബ കൂട്ടായ്മകളും ഭക്ത സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജൻ KK, SMC ചെയർമാൻ ദയൻ TD, ഹെഡ്മാസ്റ്റർ രത്നകുമാർ MV എന്നിവർ സംബന്ധിച്ചു. പതിമൂന്ന് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ദുബായ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന പ്രവാസി മലയാളിയുടെ മൃതദേഹം സാമൂഹ്യ പ്രവർത്തകരുടെ ശ്രമഫലമായി നാട്ടിലെത്തിച്ചു. പുന്നൂർക്കുളം വള്ളിക്കാട്ട് വളപ്പിൽ 59 വയസ്സുള്ള സുരേഷ് കുമാറിന്റെ മൃതദേഹമാണ് വീട്ടിലെത്തിച്ച് സംസ്കരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് ഷാർജ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് EK 412 മൃതദേഹം കൊണ്ടുവന്നത്. ആശുപത്രിയിൽ അടക്കേണ്ടിയിരുന്ന മുഴുവൻ തുകയും അധികൃതർ വേണ്ടെന്ന് വെച്ചതോടെയാണ് മൃതദേഹം വിട്ടു നൽകിയത്. പണമടയ്ക്കാൻ ബാക്കിയുള്ളതിനാലാണ് ആശുപത്രിയിൽ നിന്നും മൃതദേഹം വിട്ടു നൽകാതിരുന്നത്. ഞായറാഴ്ച വൈകിട്ട് മൃതദേഹം ആശുപത്രിയിൽ നിന്നും മുഹൈസിനയിലെ മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററിലേക്ക് മാറ്റി. തുടർന്ന് എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കി. നടപടികൾക്ക് സാമൂഹിക പ്രവർത്തകരായ അഷ്റഫ് താമരശ്ശേരിയും റിയാസ് കൂത്തുപറമ്പും നേതൃത്വം നൽകി. നാട്ടിലെത്തിച്ച മൃതദേഹം പുന്നൂർക്കുളത്തെ തറവാട്ട് വീട്ടിൽ അല്പനേരം പൊതുദർശനത്തിന് വെച്ച് ഗുരുവായൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. ഏപ്രിൽ 5 പനി ബാധിച്ചതിനെ തുടർന്ന് സുഹൃത്തിനൊപ്പം ആശുപത്രിയിലെത്തിയ സുരേഷിന് ന്യൂമോണിയ സ്ഥിരീകരിക്കുകയായിരുന്നു. സംസാരിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. 14 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ഏപ്രിൽ 22 സുരേഷ് കുമാർ ദുബായിലെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു. ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് സുരേഷ് കുമാർ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. 2 ആഴ്ച കഴിഞ്ഞാൽ നാട്ടിലെത്തുമെന്ന് മകളെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായി. മൃതദേഹം നാട്ടിലെത്താത്തത് വാർത്തയായതോടെ ദുബായിലെ ഒട്ടേറെ സാമൂഹിക പ്രവർത്തകർ വിഷയത്തിലിടപെട്ടു. സുരേഷ് കുമാർ അംഗമായിരുന്ന ദുബായ് കേരള ടാക്സി പിക്കപ്പ് ഡ്രൈവേഴ്സ് അസോസിയേഷനാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾക്കുള്ള ചെലവ് വഹിച്ചത്. ഭാരവാഹിയായ അൻവർ അലി പട്ടേപ്പാടം, അക്ബർ പാവറട്ടി, സാമൂഹിക പ്രവർത്തകനായ കിരൺ രവീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. സുപ്രിയയാണ് ഭാര്യ. കൃഷ്ണനന്ദന, ദേവനന്ദന, ദേവാനന്ദൻ എന്നിവർ മക്കളാണ്. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. വേലൂർ നവദേവാലയത്തിന്റെ ദശവാർഷികവും കൈക്കാര സംഗമവും നടന്നു. ഫൊറോന പള്ളിയുടെ നവദേവാലയത്തിന്റെ 10ാം വാർഷികാഘോഷങ്ങളും 50 വർഷത്തെ കൈക്കാരന്മാരായിരുന്നവരുടെ സ്നേഹസംഗമവും അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി റാഫേൽ താണിശ്ശേരി അധ്യക്ഷത വഹിച്ചു. യേശുദാസ് PP, ഫാദർ ഏബിൾ ചിറമേൽ, ജസ്റ്റിൻ നീലങ്കാവിൽ, ഫാദർ ജോജോ എടത്തുരുത്തി, വിൻസെന്റ് പാടൂർ ചാലക്കൽ, ഫാദർ ക്രിസ്റ്റോൺ പെരുമാട്ടിൽ, CT സണ്ണി, ഫാദർ ഫെബിൻ കുത്തൂർ, നിതിൻ അറക്കൽ, ഫാദർ ജെയ്സൺ പഴയടത്ത്, സേവിയർ വാഴപ്പള്ളി, സൈമൺ ഒലക്കെങ്കിൽ, ഡൊമിനി മുളയ്ക്കൽ, OP കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു. പുന്നയൂർക്കുളം ചെറായി ഗവൺമെന്റ് UP സ്കൂൾ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓർത്തെടുക്കാം ഓർമ്മകളെ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. സ്കൂൾ അങ്കണത്തിൽ നടത്തിയ സംഗമം സോള സ്ഥാപകയും എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ ഷീബ അമീർ ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ പ്രോഗ്രാം കൺവീനർ അസ്ലം കാണക്കോട്ട് സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ ശോഭ പ്രേമൻ, പ്രധാനാധ്യാപിക PR ഗീതാകുമാരി, PTA പ്രസിഡന്റ് V താജുദ്ദീൻ, M റാണ പ്രതാപ്, സക്കീർ തറയിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തക പ്രകാശനം ഡോക്ടർ രാജേഷ് കൃഷ്ണൻ നിർവഹിച്ചു. റഫീഖ് പട്ടേരി പുസ്തക പരിചയം നടത്തി. തുടർന്ന് വിരമിച്ച അധ്യാപകരെയും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്ന പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിക്കലും സുവനീർ പ്രകാശനം, സാംസ്കാരിക സമ്മേളനം, കലാസന്ധ്യ എന്നിവയും ഉണ്ടായി.
6 സെഷനുകളിലായി നടത്തിയ ചടങ്ങിൽ ഐരൂർ സുബ്രഹ്മണ്യൻ, വേണുഗോപാൽ, രഘുനാഥ് മപ്പാല, റക്കീബ് തറയിൽ, ടി കാർത്തികേയൻ, റീന രാജേഷ്, സാദിഖ് തറയിൽ, അബ്ദുൾ സമദ് അണ്ടത്തോട്, സലീം അണ്ടത്തോട്, ലിറാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, പുന്നയൂർകുളം. ഐക്യ ആർട്ട് ഫാമിന്റെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന കഥകളി, ചെണ്ട വിഭാഗങ്ങളിലെ ആദ്യ ബാച്ചിന്റെ അരങ്ങേറ്റം നടന്നു. പുതുശ്ശേരിയിലെ ഐക്യ ആർട്ട് ഫാമിൽ നടന്ന അരങ്ങേറ്റ ചടങ്ങിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. സംസ്ഥാന പട്ടികജാതി വർഗ കമ്മീഷൻ അംഗം TK വാസു ചടങ്ങിൽ മുഖ്യാതിഥിയായി. കഥകളി രംഗത്തെ പ്രതിഭ കലാമണ്ഡലം വെങ്കിട്ടരാമൻ, ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് അവാർഡ് ജേതാവും കലാമണ്ഡലം ചെണ്ട വിഭാഗം തലവനുമായ കലാമണ്ഡലം ഹരീഷ് മാരാർ എന്നിവർ വിശിഷ്ടാതിഥികളായി. ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, തിമില കലാകാരൻ കലാമണ്ഡലം പെരിങ്ങോട് ചന്ദ്രൻ, പുല്ലാങ്കുഴൽ കലാകാരൻ TA ശിവദാസൻ, സുഭാഷ് P തങ്കൻ, ഡോക്ടർ TP ബാബുരാജ്, കലാമണ്ഡലം സൂരജ് എന്നിവർ സംസാരിച്ചു. എന്നാണ് പറയുക. തലമുറ കൈമാറി നിലനിൽക്കേണ്ടുന്നതാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നൈസർഗികമായി പൊട്ടിമുളച്ചിട്ടുള്ള കേരളീയ കലാരൂപങ്ങൾ, നമ്മുടെ പാരമ്പര്യ കലാരൂപങ്ങൾ, ക്ലാസിക്കൽ കലാരൂപങ്ങൾ, നാടൻ കലാരൂപങ്ങളൊക്കെ തന്നെ ഈ മണ്ണിൻ്റെ മണമുള്ള നമ്മുടേതായിട്ടുള്ള കേരളീയ കലാരൂപങ്ങളെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും വരും തലമുറകളിലേക്ക് ആ കലയുടെ ഉദാത്തമായിട്ടുള്ള ചാവക്കാട് പുന്ന ശ്രീ അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ 18ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം മെയ് 10 ആഘോഷിക്കും. രാവിലെ 5 മണിക്ക് നട തുറക്കും. ഗണപതി ഹോമവും ഗുരുവായൂർ ക്ഷേത്രം മുഖ്യതന്ത്രി ഡോക്ടർ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഉദയാസ്തമന പൂജയും ഉച്ചയ്ക്ക് 3 മണിക്ക് വാദ്യകലാകാരൻ ഗുരുവായൂർ ഗോപന്മാരാർ നയിക്കുന്ന വാദ്യമേളങ്ങളോടെ ഗജവീരന്റെ അകമ്പടിയോടെ തിടമ്പെഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. ഗജവീരൻ മുള്ളത്ത് ഗണപതിയാണ് തിടമ്പെടുക്കുക. കൂടാതെ താഴ്ശ്ശേരി കുടുംബക്ഷേത്രത്തിൽ നിന്നും ശിങ്കാരിമേളം, ഉടുക്കുപാട്ട്, സ്വാമിതുള്ളലും രുദ്രം ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ പൂരം വരവും നവയുഗ പേരകത്തിന്റെ എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 10 മണിക്ക് നടയടക്കും. ക്ഷേത്ര പരിസരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളായ മോഹൻദാസ് ചേലനാട്ട്, P യതീന്ദ്രദാസ്, V പ്രേംകുമാർ, VA സിദ്ധാർത്ഥൻ, EV ശശി, PC വേലായുധൻ, CK ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. തൊഴിയൂർ സെന്റ് ജോർജ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മകളുടെ കുട്ടിക്കാലത്തിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തലൊരുക്കി. 500 റോഡ് മുഖംമൂടിമുക്കിലെ നമാസ് നഗറിൽ സജ്ജമാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഉണ്ണിപ്പുര സിനിമാ താരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ഓർമ്മകളുടെ കുട്ടിക്കാലം പ്രസിഡന്റ് ബഷീർ പൂക്കോട് അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ സംഭാര വിതരണം നടത്തി. ഈ വേനൽ അവസാനിക്കുന്നതുവരെ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 4 മണി വരെ സംഭാരം, തണ്ണിമത്തൻ ജ്യൂസ്, നന്നാരി സർബത്ത്, മാമ്പഴം, മിഠായികൾ തുടങ്ങിയവ സൗജന്യമായി വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗുരുവായൂർ YMCA സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഓഫീസ് സമുച്ചയത്തിന്റെ തറക്കല്ലിടൽ കേരള റീജിയൺ ചെയർമാൻ ജോസ് നെറ്റിക്കാടൻ നിർവഹിച്ചു. കിഴക്കേ നടയിൽ കൊളാടിപ്പടിയിലാണ് ഓഫീസ് നിർമ്മിക്കുന്നത്. റീജിയണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി ചെറിയാൻ പുതിയ അംഗങ്ങൾക്ക് അംഗത്വം നൽകി. പ്രസിഡന്റ് ബാബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. സ്ഥാപക കോർഡിനേറ്റർ മാത്യൂസ് ഒലക്കേങ്കിലിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സബ് റീജിയൺ ചെയർമാൻ ജോൺസൺ മാറോക്കി, സെക്രട്ടറി ജിഷോ എസ് പുത്തൂർ, ട്രഷറർ ലോറൻസ് നീലങ്കാവിൽ, ജോയിന്റ് സെക്രട്ടറി ജോസ് ലൂയിസ്, വൈസ് പ്രസിഡന്റ് CD ജോൺസൺ, CV ജെയ്സൺ, ജോസ് വടുക്കൂട്ട്, ജോയ് ചീരൻ, തോംസൺ വാഴപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പെങ്ങേമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയുടെ പടിഞ്ഞാറ്റുമുറിയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോർജ് കുരിശുപള്ളിയിൽ വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. ഞായറാഴ്ച വൈകിട്ട് 6-ന് പള്ളിയിലെ 9-ാം മണി നമസ്കാരത്തിന് ശേഷം കരിച്ചാൽ ദേശത്തേക്ക് റാസ ആരംഭിച്ചു. താൽക്കാലിക കുരിശടിയിൽ പ്രാർത്ഥന നടത്തി തിരിച്ച് കുരിശുപള്ളിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് ആർത്താറ്റ് സിംഹാസന പള്ളി വികാരി ഫാദർ ബാബു ജോസഫ്, ചാലിശ്ശേരി പള്ളി വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് എന്നീ വൈദികർ കാർമ്മികത്വം നൽകി. ആർത്താറ്റ് സിംഹാസന പള്ളി സഹവികാരി ഫാദർ ജിബിൻ ചാക്കോ പെരുന്നാൾ സന്ദേശം നൽകി. നാനാജാതി മതസ്ഥർ പങ്കെടുത്ത നേർച്ച സദ്യയും ഉണ്ടായിരുന്നു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പെങ്ങാമുക്ക് പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, കൈക്കാരൻ സോജൻ KJ, സെക്രട്ടറി രാജീവ് P ഡേവിഡ്,
ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. സെവൻ സ്റ്റാർ വേലൂരിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശോജ്വലമായ സമാപനം. ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഓൾ കേരള തല മത്സരത്തിലും പഞ്ചായത്ത് തല മത്സരത്തിലും 8 ടീമുകളെ വീതം ഉൾപ്പെടുത്തിക്കൊണ്ട് നടന്ന വേലൂരിലെ ഫുട്ബോൾ ആവേശത്തിനാണ് സമാപനമായത്. 7 ദിവസം നീണ്ടുനിന്ന മത്സരത്തിൽ പ്രമുഖരായ 8 ടീമുകളാണ് പങ്കെടുത്തിരുന്നത്. അഖില കേരള സെവൻസ് ഫുട്ബോൾ മിനി കളക്ഷൻ ടൂർണമെന്റ് ഫൈനൽ മത്സരത്തിൽ രണസൂര്യ വേലൂരും പ്ലേബോയ്സ് കുട്ടനെല്ലൂരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ രണസൂര്യ വേലൂർ 1-0 വിജയിച്ചു. നെഹിൻജോത് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫി രണസൂര്യ വേലൂരിനെ നെഹിൻജോതിന്റെ പിതാവ് സുരേഷ് സമ്മാനിച്ചു. റണ്ണേഴ്സ് ആയ പ്ലേബോയ്സിനുള്ള ട്രോഫി തോമുണ്ണി മെമ്മോറിയൽ ആൻഡ് KT ജോസ് പന്തൽ വർക്ക്സ് നൽകി. വേലൂരിലെ പ്രാദേശിക ഫുട്ബോൾ ഉന്നമനത്തിനു വേണ്ടി നടന്ന പഞ്ചായത്ത് തല മത്സരത്തിന്റെ ഫൈനലിൽ രണസൂര്യ വേലൂരും 7 സ്റ്റാർ വേലൂരും ഏറ്റുമുട്ടിയപ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-5 7 സ്റ്റാർ വേലൂർ വിജയികളായി. വിജയികളായ 7 സ്റ്റാറിനുള്ള ട്രോഫി വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി മാനേജർ ഡയറക്ടർ അനിൽ തലക്കോട്ടുകര സമ്മാനിച്ചു. റണ്ണേഴ്സായ രണസൂര്യ വേലൂരിനെ ഫോർച്യൂൺ ടൂർസ് സ്പോൺസർ ചെയ്ത ട്രോഫി നെഹിൻജോതിന്റെ പിതൃസഹോദരൻ സുനിൽ നൽകി. 7 സ്റ്റാർ ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണു, ക്ലബ്ബ് രക്ഷാധികാരി സാബു കുറ്റിക്കാട് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് വേലൂർ. എയ്യൽ കാർത്തിനി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. മെയ് 3 മുതൽ 10 വരെയാണ് കാർത്തിക മഹോത്സവം ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകിട്ട് 5:30 നട തുറക്കൽ, ആചാര്യവരണം, ദീപാരാധന, ആറാട്ടിന് എഴുന്നള്ളിപ്പ്, ആറാട്ട് കുളക്കടവിൽ പൂജ എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്ര മേൽശാന്തി താമരശ്ശേരി ഇല്ലം ജയകൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി. ഭക്തജന പ്രതിനിധി PK രാമകൃഷ്ണൻ, ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് AV ബാലൻ, ജനറൽ സെക്രട്ടറി TR രബീഷ്, ട്രഷറർ K ദിലീപ് തുടങ്ങിയവരടങ്ങിയ സംഘം നേതൃത്വം നൽകി. പന്നിത്തടം മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ ജലധാര, ഇളനീർ അഭിഷേകം, പാലഭിഷേകം എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി സുധീഷ് കാർമ്മികത്വം വഹിച്ചു. ചെമ്മന്തിട്ട മാരാർ ചടങ്ങിൽ പങ്കെടുത്തു. ബിന്ദുരാജൻ, ഹരി ചിറമനങ്ങാട് എന്നിവർ നാമജപം നടത്തി. ഉപദേശക സമിതി പ്രസിഡന്റ് സുരേന്ദ്രൻ വെള്ളാണ്ടത്ത്, സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ, ഓഡിറ്റർ വിജയകുമാർ വെട്ടത്ത്, മഞ്ജു സുരേഷ്, BRD ബാബു, പ്രദീപ്, സുനിൽ, ശിവാനി, ദീപ ആദൂർ, സുശീല ഷിജു എന്നിവർ നേതൃത്വം നൽകി. അപ്പുമാസ്റ്റർ നിസ്വാർത്ഥ പൊതുപ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃകയാണെന്ന് KPCC അംഗം ജോസഫ് ചാലിശ്ശേരി. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച KT ശങ്കരപ്പണിക്കർ എന്ന അപ്പുമാസ്റ്ററുടെ 22ാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നും അതിനേക്കാൾ നല്ല ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ഏറ്റവും നല്ല ബാങ്കായിട്ട് പ്രവർത്തിച്ചൊരു കാലഘട്ടം കടവല്ലൂർ ബാങ്ക് അത് പ്രസിഡന്റ് ഞാൻ ഉണ്ടായിരുന്നു. എന്നേക്കാൾ കടവല്ലൂരിനേക്കാൾ നല്ല ബാങ്കായിട്ട് കാട്ടാറുണ്ടായിരുന്നു. അത് പറയാൻ എനിക്ക് വഴിയില്ല. സാഹചര്യങ്ങൾ പല സാഹചര്യങ്ങളാണ് അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് കർഷക കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, ഗുരുവായൂർ ദേവസ്വം മുൻ ഭരണസമിതി അംഗം KN ശ്രീധരൻ നമ്പൂതിരിപ്പാട്, മുസ്ലിം ലീഗ് കുന്നംകുളം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അർഫ മൊയ്തുണ്ണി ഹാജി, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ കവിത പ്രേംരാജ്, സെഫീന അസീസ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഫൈസൽ കാഞ്ഞിരപ്പള്ളി, ഷർഫു പന്നിത്തടം, VV ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ കോൺഗ്രസ് നേതാവും കാട്ടകമ്പാൽ പഞ്ചായത്തിന്റെയും കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെയും പ്രസിഡന്റുമായിരുന്നു KT ശങ്കരപ്പണിക്കർ എന്ന അപ്പുമാസ്റ്റർ. CCTV ന്യൂസ് പെരുമ്പിലാവ്. നമ്മൾ ചാവക്കാട്ടുകാർ ആഗോള സൗഹൃദക്കൂട്ട് സൗദി ചാപ്റ്റർ കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്ത്രീകളും ഇതര സംസ്ഥാനക്കാരുമടക്കം നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഫെർമിസ് മടത്തൊടിയിൽ ഉദ്ഘാടനം ചെയ്തു. ഷാഹിദ് അറക്കൽ അധ്യക്ഷത വഹിച്ചു. ആരിഫ് വൈശ്യമീട്ടിൽ സ്വാഗതവും റിൻഷാദ് അബ്ദുള്ള നന്ദിയും പറഞ്ഞു. കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയുടെ അപ്രിസിയേഷൻ സർട്ടിഫിക്കറ്റ് നൂറ അൽ ഖാദിയിൽ നിന്ന് ഫായിസ് ബീരാൻ സ്വീകരിച്ചു. ഷെഫീഖ് അലി, സലീം അകലാട്, മിഥുൻ കരുമത്തിൽ, സിറാജുദ്ദീൻ ഓവുങ്ങൽ, അലി പൂത്താട്ടിൽ, ഖയ്യും മൂന്നാങ്കല്ല്, ഫവാദ് കറുകമാട്, മുജീബ് എടക്കഴിയൂർ, സലീം പെരുമ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി.
കാട്ടകമ്പാൽ പഞ്ചായത്തിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളം ആഴ്ചകളോളമായി മുടങ്ങിയിട്ടും പഞ്ചായത്ത് വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷ രംഗത്ത്. അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുവാൻ ബന്ധപ്പെട്ട ഭരണാധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് അംഗങ്ങളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ് എന്നിവർ ആവശ്യപ്പെട്ടു. നമ്മൾ കാട്ടകമ്പാൽ പൂരം കഴിഞ്ഞതിന് ശേഷം വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളം വേണ്ടത്ര രീതിയിൽ ഇതുവരെ പഞ്ചായത്തിൽ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നിരവധി കാരണങ്ങളാണ് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത്. കരാറുകാർ സമരത്തിലാണ്, പൊട്ടിയത് നന്നാക്കാൻ ആളില്ല. ഇത് പറഞ്ഞതുകൊണ്ടൊന്നും ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ ദുരിതം തീരുകയില്ല. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഭരണാധികാരികൾ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം. അതിശക്തമായ ഈ വേനൽക്കാലത്ത് പോലും വെള്ളം എത്തിക്കാത്ത ഭരണാധികാരികൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പുന്നയൂർ അകലാട് പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അഹമ്മദ് ദർവേഷ് തങ്ങളുടെ 71ാമത് ഉറൂസ് മുബാറക് മെയ് 7 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ വിപുലമായി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച കാലത്ത് 10 മണിക്ക് അകലാട് ജുമാ മസ്ജിദ് ഖതീബ് PT അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിച്ച് ഉറൂസ് മുബാറക്കിന് തുടക്കം കുറിക്കും. തുടർന്ന് ചക്കരക്കഞ്ഞി വിതരണവും വൈകിട്ട് 7 മണിക്ക് ഷൈഖ് റിഫായി റാത്തിബും ഉണ്ടായിരിക്കും. ബഷീർ സഖാഫി കല്ലൂർ നേതൃത്വം നൽകും. PM മഹമ്മൂദ് ഹാജി, സക്കരിയ ദർവേഷ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് നടത്തുന്ന ദിക്ർ ഹൽഗയ്ക്കും മൗലിദ് പാരായണത്തിനും KV കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ, അഹമ്മദ് കബീർ ഫൈസി അകലാട് തുടങ്ങിയവർ നേതൃത്വം നൽകും. വളാഞ്ചേരി ടൗൺ ജുമാ മസ്ജിദ് ഖതീബ് മുനീർ ഖുദവി പ്രഭാഷണം നടത്തുന്ന വേദിയിൽ അകലാട് ഖാദിരിയ മസ്ജിദ് ഖതീബ് ജാബിർ ഫൈസി, അബ്ദുൽ ഹമീദ് ബാഖവി തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് 7 മണിക്ക് അങ്കമാലി ടൗൺ മസ്ജിദ് ഖതീബ് ബാവ മുസ്ലിയാർ മതപ്രഭാഷണം നടത്തും. 9 വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് ദർവേത്തങ്ങൾ ചരിത്രവഴിയിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി അബ്ദുൾ ജലീൽ റഹ്മാനി വാണിയന്നൂർ പ്രഭാഷണം നടത്തുന്ന വേദിയിൽ ഷാഹുൽ ഹമീദ് അൽ ഖാദിരി വെളിയങ്കോട് പങ്കെടുക്കും. 10 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടത്തുന്ന സമാപന ദുവാ സമ്മേളനത്തിന് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ കടലുണ്ടി നേതൃത്വം നൽകും. സയ്യിദ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. അബ്ദുൾ സലാം മുസ്ലിയാർ ദേവർശാല മുഖ്യപ്രഭാഷണം നടത്തുന്ന വേദിയിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഇംതിയാസ് പുതിയ മാളിയേക്കൽ നന്ദിയും പറയും. ഉറൂസിന്റെ പ്രധാന ഭാഗമായ ഭക്ഷണ വിതരണം ശനിയാഴ്ച കാലത്ത് 8 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ ഉണ്ടാകും. ജാതിമത ഭേദമന്യേ എത്തിച്ചേരുന്ന എല്ലാവർക്കും നേർച്ചച്ചോറ് വിതരണം ചെയ്യും. ഇതിനായി 50 ടൺ അരിയാണ് ഉപയോഗിക്കുക. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ ജാറം കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് ദർവേഷ് തങ്ങൾ, കമ്മിറ്റി പ്രസിഡന്റ് PM മഹമ്മൂദ് ഹാജി, ജാറം കമ്മിറ്റി ട്രഷറർ PM മുഹമ്മദ് അലി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ജബ്ബാർ ജൗഹരി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KMA ബഷീർ, യുവജന വിഭാഗം കൺവീനർ ഷാഹിദ് K ആബിദ് തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നയൂർകുളം. ഇമ്മാനുവൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ബൈബിൾ സ്കൂൾ മെയ് 7 മുതൽ 10 വരെ പഴഞ്ഞി പട്ടിത്തടം സ്വാഗത ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ നടക്കുന്ന VBSൽ 4 വയസ്സ് മുതൽ 16 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് പ്രവേശനം. നൂതനമായ വീഡിയോ കോറിയോഗ്രഫി, പപ്പറ്റ് ഷോ, വിവിധ ഗെയിമുകൾ, റാലി ഉൾപ്പെടെ പരിപാടികൾ ഉണ്ടായിരിക്കും. പങ്കെടുക്കുന്നവർക്കായി വാഹന സൗകര്യവും ഉച്ചഭക്ഷണവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 50 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 500 പേർക്കായിരിക്കും പ്രവേശനം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മന്ദലാകുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിസ്ഡം ഡേ നടത്തി. മന്ദലാകുന്ന് അൽ ഹിക്മ മദ്രസയിൽ നടത്തിയ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഉസ്മാൻ ബദർപള്ളി അധ്യക്ഷത വഹിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് KM ഹൈദർ അലി പദ്ധതി വിശദീകരണം നടത്തി. പണ്ഡിതൻ കാജ സലഫി ഉദ്ബോധന പ്രഭാഷണവും യൂണിറ്റ് ട്രഷറർ അലി ബദർപള്ളി കണക്കവതരണവും നടത്തി. നാസർ പാലപ്പെട്ടി ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി TK അഷ്റഫിന്റെ വീഡിയോ സന്ദേശാവതരണവും ഉണ്ടായി. തുടർന്ന് നടത്തിയ ചർച്ചയിൽ യൂണിറ്റ് ഭാരവാഹികളും വനിതാ വിംഗ് പ്രവർത്തകരും പങ്കാളികളായി. PP ഫൈസൽ സ്വാഗതവും വിസ്ഡം സ്റ്റുഡന്റ് യൂണിറ്റ് പ്രസിഡന്റ് ഷാഹിദ് ഇർഫാൻ നന്ദിയും പറഞ്ഞു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 6590 രൂപ, പവന് 52,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 87 രൂപ. ചരമം
ഇടപ്പള്ളി ഇന്ദിര റോഡ് ചിറ്റേപ്പറമ്പ് ലൈൻ സൂര്യപ്രഭയിൽ താമസിക്കുന്ന പൊർക്കളേങ്ങാട് പാലിയത്ത് വീട്ടിൽ ഗിരിജാ വല്ലഭൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. മാണ്ഡ്യ PES കോളേജ് റിട്ടയേർഡ് വകുപ്പ് മേധാവിയാണ് പരേതൻ. സംസ്കാരം ഇടപ്പള്ളി ക്രിമിറ്റേഷൻ ഹാളിൽ നടത്തി. രമാദേവി പാണ്ഡ്യാട്ടാണ് ഭാര്യ. റിജ, വിജിത്ത്, രാകേഷ് PA എന്നിവർ മക്കളാണ്. പുന്നൂർ കുഴിങ്ങര പള്ളിക്ക് കിഴക്ക് പരേതനായ ഉത്തരപ്പറമ്പിൽ മുഹമ്മദ് ഭാര്യ പാത്തുമു നിര്യാതയായി. 95 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. നബീസ, മൈമൂന, പരേതനായ അബ്ദുള്ളക്കുട്ടി എന്നിവർ മക്കളാണ്. വടുതല സ്കൂളിന് സമീപം താമസിക്കുന്ന ചേമ്പാലക്കാട്ടിൽ വീട്ടിൽ അബു നിര്യാതനായി. 68 വയസ്സായിരുന്നു. ഖബറടക്കം മുതുവമ്മൽ ജുമാ മസ്ജിദിൽ നടന്നു. സുഹറാബി ഭാര്യയും ആഷിഖ്, അജീഷ്, അജ്മൽ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം തെക്കേപ്പുറം പഴയ കോടതിക്ക് സമീപം മണിയന്ത്ര മുരളി നിര്യാതനായി. 56 വയസ്സായിരുന്നു. രമ ഭാര്യയും ഹരിത, ഹരീഷ് എന്നിവർ മക്കളുമാണ്. സംസ്കാരം കുന്നംകുളം വാതക ശ്മശാനത്തിൽ നടന്നു. ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡ് കണ്ടിരുത്തി ബാലൻ ഭാര്യ തങ്കമണി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് അടുപ്പൂട്ടി ശ്മശാനത്തിൽ. ഗോപി, അനു, അജിത, രജിത, സജിത എന്നിവർ മക്കളാണ്. അടുപ്പൂട്ടി പള്ളി ഇടവക കമ്മിറ്റി അംഗമായ ചൊവ്വന്നൂർ മെയിൻ റോഡ് ഭാഗത്ത് താമസിക്കുന്ന പരേതനായ തെക്കേക്കര ജോർജ് മകൻ പ്രസാദ് നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. അമ്മിണി ടീച്ചർ മാതാവാണ്. പ്രസന്ന, മേഴ്സി എന്നിവർ സഹോദരങ്ങളുമാണ്. എയ്യാൾ ചിറ്റിലാങ്ങാട് തറയിൽ തങ്കൻ എന്ന അച്ചപ്പ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. കൗസല്യ ഭാര്യയും മുരളി, ജിഷ, ഷിബു, ഷീന എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി പടിഞ്ഞാറേപ്പള്ളിക്ക് പിറകുവശം പുലിക്കോട്ടിൽ കുഞ്ഞുമോൻ ഭാര്യ മാർത്ത നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 10-ന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. സണ്ണി, രാജൻ, ഷാജു, ഷൈനി എന്നിവർ മക്കളാണ്. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊണ്ടരാവളപ്പിൽ ചന്ദ്രൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സുമ ഭാര്യയും പ്രജിത്ത്, പ്രീതി എന്നിവർ മക്കളുമാണ്. സംസ്കാരം ഗുരുവായൂർ നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ചാലിശ്ശേരി കുളക്കുന്ന് താമസിക്കുന്ന പരേതനായ മുഹമ്മദ് ഭാര്യ BV നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ചാലിശ്ശേരി മുഹിദ്ദീൻ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. തിത്താച്ചി ഉമ്മ, മുഹമ്മദ്, ഫാത്തിമ എന്നിവർ മക്കളാണ്. എളവള്ളി മാണിക്യത്ത് വീട്ടിൽ കൃഷ്ണൻകുട്ടി നിര്യാതനായി. 86 വയസ്സായിരുന്നു. വാഗ മാലതി UP സ്കൂളിലെ മുൻ ജീവനക്കാരനായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9:30-ന് വീട്ടുവളപ്പിൽ നടക്കും. കാർത്തിയനിയാണ് ഭാര്യ. എളവള്ളി സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് ബാലൻ, തൈക്കാട് പഞ്ചായത്ത് മുൻ അംഗം ഗീത, ഗിരിജ, പ്രീത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം ചെമ്മണ്ണൂരിൽ യുവാക്കൾ തമ്മിൽ സംഘർഷം. CPM BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസ് അന്വേഷണം തുടങ്ങി. ഗോപി വന്ദനം പ്രൗഢം. പത്മശ്രീ കലാമണ്ഡലം ഗോപിയെ കുന്നംകുളം പൗരാവലിയും കഥകളി ക്ലബും ചേർന്ന് ആദരിച്ചു. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് ഗോപി വന്ദനം എന്ന പേരിൽ ആദരണീയം സംഘടിപ്പിച്ചത്. കുറ്റിപ്പുറം ഭാരതപ്പുഴയിൽ തീപിടുത്തം നടന്ന സ്ഥലത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. തവനൂർ തൃപ്പാലൂർ സ്വദേശി നാലുകള്ളിപ്പറമ്പിൽ 58 വയസ്സുള്ള അച്യുതാനന്ദനാണ് മരിച്ചത്. 13 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ദുബായ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന പ്രവാസി മലയാളിയുടെ മൃതദേഹം സാമൂഹ്യ പ്രവർത്തകരുടെ ശ്രമഫലമായി നാട്ടിലെത്തിച്ചു. പുന്നിയൂർക്കുളം വള്ളിക്കാട്ടുവളപ്പിൽ സുരേഷ് കുമാറിന്റെ മൃതദേഹമാണ് നാട്ടിലെത്തിച്ച് സംസ്കരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.